ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധമായ ലൈംഗികത വിരൂപമാക്കരുത് എന്നുള്ള നിർദ്ദേശം സഭ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ നമുക്ക് തരുന്നുണ്ട്. ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോഴും അത് നമുക്ക് കാണാൻ പറ്റും. ലൈംഗികതയെ വിശുദ്ധമായ ഒരു കാര്യമായി കാണണം, അതിനെ വിരൂപമാക്കരുത്. ഒരു ഭാര്യ സൂചിപ്പിച്ച കാര്യം, എൻ്റെ ഭർത്താവിന് സാധാരണ രീതിയിലുള്ള ലൈംഗിക സുഖാസ്വാദനം വേണ്ട, അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല. ഇനി അവൾ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വ്യവസ്ഥയായിട്ട് അവൾ ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. കൈക്കും കാലിനും ഒക്കെ ബന്ധിച്ചിടാനുള്ള ചങ്ങല, അതുപോലെ തന്നെ വളകൾ, പിന്നെ കടുക്കൻ, കുറേ സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ധരിച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ വിവസ്ത്രയായി നിന്ന് തുള്ളിക്കൊണ്ടിരിക്കണം. ഈ ഇൻ്റർനെറ്റിൽ ചില കാര്യങ്ങളൊക്കെ കണ്ട് അതിലൂടെ കയറിപ്പറ്റിയ അശുദ്ധാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങളും ബന്ധനങ്ങളുമായിരിക്കാം. അദ്ദേഹത്തിന് സാധാരണ രീതിയിലുള്ള ലൈംഗിക സുഖാസ്വാദനത്തോടെ താല്പര്യമേ ഇല്ല. ഇങ്ങനെയുള്ള ചില വൈകൃതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 6-7 കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് വൈകൃതമായിട്ട് നമ്മൾ കാണേണ്ടതാണ് സാഡിസം. അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന മനോഭാവമുള്ള വ്യക്തികളെ കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം എടുക്കുമ്പോൾ ആസാ രാജാവ്, അദ്ദേഹത്തിന് മുറിവേറ്റു. അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല. അവൻ്റെ തെറ്റ് തിരുത്താൻ അവന് സാധിച്ചില്ല. പകരം അവൻ ചെയ്തൊരു കാര്യം, കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് അവിടെ കണ്ടവരെയെല്ലാം അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ശരിക്കും ഒരു ക്രിസ്ത്യാനിയുടെ വിളി മറ്റുള്ളവരെ മുറിപ്പെടുത്തി സുഖിക്കുക എന്നുള്ളതല്ല. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനവും, അതുപോലെ തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനവും. പൗലോസ് പറയുന്നുണ്ട്, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കണം, വേദനിക്കുന്നവരോടൊത്ത് വേദനിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ ആര് വേദനിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയം വേദനിക്കാതിരിക്കുന്നത്. സാഡിസം ബാധിച്ച വ്യക്തികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിലായിരിക്കും അവർക്ക് സന്തോഷം തോന്നുക. 2-ാമത്തെ കാര്യമാണ് ഇംഗ്ലീഷിൽ മസോക്കിസം എന്ന് പറയും. മസോക്കിസം സാഡിസത്തിൻ്റെ നേരെ വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇവരെ വേദനിപ്പിക്കുമ്പോൾ അവർക്കതിൽ സന്തോഷം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അതൊരു വൈകൃതമാണ്. എനിക്കറിയാം, ഒരു വ്യക്തി മറ്റൊരാളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ ചെയ്യിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളി തന്നെ ചെയ്തിരുന്നൊരു കാര്യം, അദ്ദേഹം കാലിലിട്ടിരുന്ന ചെരുപ്പെടുത്ത് തൻ്റെ തന്നെ കർണക്കുറ്റിക്കിട്ട് അടിക്കും. വേണേ എന്തെങ്കിലും ദേഷ്യം മാറ്റാൻ വേണ്ടി ആയിരിക്കാം, അല്ലെ മസോക്കിസം ബാധിച്ച ഒരു വ്യക്തിയായിരിക്കാം. അതൊരു വൈകൃതമാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം. 3-ാമതൊരു കാര്യമുണ്ട്, അതിനാണ് എക്സിബിഷനിസം എന്ന് പറയും. നമുക്കറിയാലോ, എക്സിബിഷൻ അതൊരു പ്രദർശനമാണ്. എന്ന് പറഞ്ഞ പോലെ ലൈംഗികത പ്രദർശിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികൾ. കുറച്ചാൾ മുമ്പ് നമ്മൾ മീഡിയ വഴി മനസ്സിലാക്കിയതാണ്, കോട്ടയം ടൗണിൽ ഒരാൾ ബൈക്ക് ഓടിച്ചു പോയി, നൂൽബന്ധമില്ലാതെ. അങ്ങനെ ലൈംഗികത പ്രദർശിപ്പിക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് പോകുന്ന വ്യക്തികളെ, അതാണ് എക്സിബിഷനിസം ബാധിച്ച വ്യക്തികൾ എന്ന് പറയാൻ പറ്റുക. അവൻ അങ്ങനെയൊന്ന് ഓടിച്ച് അവന് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്തു. അതോടെ അവൻ നോർമലായി കാണണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 4-ാമത്തെ കാര്യമാണ് വൊയൂറിസം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയും പീപ്പിംഗ് ടോംസ്. വൊയൂറിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒളിച്ചിരുന്ന് കണ്ട് അതിൽ രസിക്കുന്നവർ. അതൊരു വൈകൃതമാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. 5-ാമത്തെ കാര്യമാണ് ട്രാൻസ്വെസ്റ്റിസം. ഇനി അത് എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഡ്രസ് ധരിക്കുന്നതിൽ ഒരാനന്ദം, ഒരു സന്തോഷം. ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അവന് സ്ത്രീകളുടെ എല്ലാ ടൈപ്പ് വസ്ത്രങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിട്ടാണ് വൈകിട്ട് കിടക്കുന്നത്. ഏതായാലും അവൻ ഭാര്യയും ഭർത്താവും അവരെ ഡിവോഴ്സായി, അവന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പം അവന് കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ ഡ്രസ് ധരിച്ച് കിടക്കുന്നതിൽ. അവസാനത്തെ 6-ാമത്തെ ഒരു കാര്യമുണ്ട്, ഫെസ്റ്റിഷിസം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സെക്സിൻ്റെ ഇന്നർ വെയറിനോട് കമ്പമുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും. അതൊരു വൈകൃതമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ സമാഹരിക്കാൻ, അടിച്ചു മാറ്റാനൊക്കെ എന്ത് ത്യാഗവും എടുക്കുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ഈ 6 കാര്യങ്ങളും വൈകൃതങ്ങളാണ്. അതിലേക്ക് പോകുന്നവർ
വിശുദ്ധമായിട്ട് ലൈംഗികതയെ കാണാൻ പരാജയപ്പെടുന്നവരാണ്. വചനം പഠിപ്പിക്കുന്നുണ്ട്, മത്തായി 7:6 സന്ദേശം അതാണ്: വിശുദ്ധമായവ ഈ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത്, അവ അവസാനം നിന്നെ തിരിഞ്ഞ് ആക്രമിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത്, ലൈംഗിക വൈകൃതങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, അവർക്ക് മോചനം കിട്ടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.